ഹലോ ഗുഡ് മോർണിംഗ് രാധസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴത്തോറ്റ് മുൻപേലെ കഥയൊന്ന് നോക്കാം. അപ്പോൾ തലേ ദിവസം കണ്ടത് നമ്മുടെ മനു അലീനെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുവിന് ചെറിയൊരു പരിഭവമുണ്ട്. കാരണം അലീന പറയാതെ വന്നതിൽ ചെറിയൊരു പരിഭവമൊക്കെ ആയിട്ടാണ് ആൾ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് പറയാണ്ട് പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവൾക്കൊന്നും ഉത്തരമില്ല. അപ്പോൾ പറയും നിങ്ങൾ എന്നാ പോയത് ചോദിക്കുമ്പോൾ വന്ന വിവരമൊക്കെ പറയും. അപ്പോൾ പറയും എന്തുകൊണ്ടാണ് എന്നോടൊന്നും പറയാതെ പോയത് എന്ന് ചോദിക്കുകയാണ്. അല്ല മനുവേട്ടാ, അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വിവരം അവിടെ അറിഞ്ഞോ, എങ്ങനെ അറിഞ്ഞു ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെ പോയിരുന്നു, നെടുമ്പരക്കിൽ പോയിരുന്നു, പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. ജൗളിക്കടയിലും പോയി. അപ്പോൾ അങ്കിളും ഗോവർദ്ധൻ അങ്കിളും കൂടെ ഒരു യാത്ര പോയിരിക്കുകയാണെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഊഹിച്ചു നിങ്ങളൊക്കെ കൂടെ പോകുന്നതാവുമെന്ന് വിചാരിച്ചു എന്ന് പറയും. ഞാനും കുട്ടികളും കൂടെ ഇങ്ങോട്ട് എറണാകുളത്തോട്ട് പോകുന്നു, പാലാരിവട്ടത്ത് എന്ന് പറഞ്ഞു. എന്നിട്ടും എന്നോടൊരു വാക്ക് പറഞ്ഞില്ല എന്ന് പറയും. അല്ല അതിനിപ്പോൾ ഞാൻ ഇങ്ങോട്ടല്ലേ വന്നത്, മനുവേട്ടൻ എപ്പോഴും ഇവിടെ തന്നെ അല്ലേ എന്ന് പറയും. അങ്ങനെയാണോ എന്ന് ചോദിക്കാനും വീണ്ടും. അല്ല അപ്പോൾ അതാണ് ഞാൻ മനുവേട്ട പറയാതിരുന്നത്. പിന്നെ അതുപോലെ അച്ഛൻ ദൂരയാത്ര പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അതാണ് മനുവേട്ട പറയാതിരുന്നത് എന്നവളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അലീന. അപ്പോൾ മനുവിന് ശരിക്കും നല്ല ദേഷ്യവും പരിഭവമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും എന്നോടൊക്കെ ഒന്ന് പറയായിരുന്നു, എന്നോട് പറയാതെ വന്നത് വളരെ മോശമായി പോയി. പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരില്ലായിരുന്നോ. എന്നാൽ ശരി ഞാൻ വെക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് വെക്കും. ഫോൺ വയ്ക്കുമ്പോൾ അവളാകെ ഹലോ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം പിടിച്ച് ഫോൺ വെക്കുക കേട്ടോ. വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അലീന അങ്ങനെ ഒരു നിമിഷം ചിന്തിക്കും, എന്ത് വേണം, വിളിക്കണോ, ഇനിയിപ്പോൾ ദേഷ്യത്തിലാണെങ്കിൽ ഇനി എന്തെങ്കിലും പറയുമോ എന്നുള്ളതിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ആകെ ആൾ സംശയിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് മനു ഫോണെടുത്ത് വീണ്ടും അലീനയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീനയെ വിളിക്കുമ്പോൾ ഹലോ മനുവേട്ടാ എന്ന് പറയുമ്പോൾ ഞാൻ ദേഷ്യം പിടിച്ചിട്ട് ഫോൺ വെച്ചതാ. അല്ല അതെനിക്ക് മനസ്സിലായി, എന്നിട്ടാണോ തിരിച്ച് വിളിക്കാൻ എന്ന് ചോദിക്കുകയാണ് അലീനോട്. അല്ല ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ, അപ്പോൾ വിളിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് ശരി, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതല്ല മനുവേട്ടാ ഞാൻ അപ്പോൾ അവൾക്കൊരു കുസൃതി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം മനുവിൻ്റെ മനസ്സ് ശരിക്കും അവൾക്കറിയാം, പക്ഷേ ഇഷ്ടമാണ് എന്ന് പറയാനുള്ളൊരു വിഷമം പുള്ളിക്കാരിക്കുണ്ട്. കാരണം ഇപ്പോൾ അതല്ല മനുവേട്ടാ, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അവിടുന്ന് പോവുമല്ലേ, ഇപ്പോൾ എവിടേക്കാണ് എന്താണെന്നൊന്നും ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ അങ്കിളിങ്ങോട്ട് പോയത് വയ്ക്കുമ്പോൾ അറിയില്ല, എന്തൊരു യാത്രയെന്ന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രേ എനിക്ക് അറിയുള്ളൂ എന്ന് പറയും. പിന്നെ ഞാനിനി പോകുമ്പോൾ ഇനി ഇതുപോലെ ആരും കൂടാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ശരി വെച്ചോ. അപ്പോൾ അല്ല ഞങ്ങളിങ്ങോട്ട് വന്ന വിവരം മേഡം അറിഞ്ഞു വയ്ക്കുമ്പോൾ അറിഞ്ഞു, എന്നിട്ടോ വയ്ക്കുമ്പോൾ എന്നിട്ടെന്താ ആകെ പ്രശ്നത്തിൽ തന്നെയാണെന്ന് പറയും. അപ്പോൾ ഇവൾ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ച പോലെ നിൽക്കണം. അതവിടെ കിടക്കും, അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണേ. അത് തന്നെ എന്നാൽ ശരി ഗുഡ് നൈറ്റ്, നാളെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ രേവതി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ എവിടെയെന്ന് നോക്കിയിട്ടുണ്ട് മനു. അപ്പോൾ എല്ലാവരും ഉറങ്ങി, കുട്ടികളൊക്കെ ഉറങ്ങി. ഞാനും രേവതി കുട്ടിയും കിടക്കാൻ നിൽക്കുക അറിയുമ്പോൾ രേവതി ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അവിടെ നിൽക്കുക. രേവതി കുട്ടി എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ എന്നാൽ ഞാൻ അന്വേഷിച്ചു എന്ന് പറയാണ് മനു. അപ്പോൾ അലീന രേവതി കുട്ടിയോട് അറിയും, ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് മനുവേട്ടൻ. തിരിച്ചും പറഞ്ഞേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനുവേട്ടാ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ ശരി എന്നാൽ കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുഡ് നൈറ്റും പറഞ്ഞ് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രവതിക്കുട്ടി പറയും കഴിഞ്ഞോ എന്ന് പറയുമ്പോൾ എന്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കും. വല്ല സല്ലാപം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്താ പറഞ്ഞേ? നമ്മളിങ്ങോട്ട് വന്ന വിവരം പറയാത്തതിൻ്റെ വിഷമമാണ് എന്ന് പറയും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി എന്താ അടുത്ത പരിപാടി? നാളെ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യണ്ടേ, നമുക്ക് നാളെ പോകണ്ടേ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ നിൽക്കടി ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ്. അച്ഛൻ എന്തായി അച്ഛൻ്റെ കാര്യങ്ങളൊന്ന് അറിയട്ടെ, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ശരി എന്നാൽ അച്ഛനെയും കൂടെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രനാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ അറിയാം മോളെ എന്തായി, നിങ്ങളൊക്കെ എന്തായി, എപ്പോഴാണ് എത്തി നോക്കുമ്പോൾ ഞങ്ങൾ സന്ധ്യയ്ക്ക് മുന്നേ എത്തി അച്ഛാ, പിന്നെ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങി എന്നൊക്കെ പറയാൻ കേട്ടോ. ഓക്കെ. അപ്പോൾ പിള്ളേരൊക്കെ എവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ഉറങ്ങി വെച്ചാൽ ഞാൻ കിടക്കാൻ നിൽക്കുകയാണ് പറയും. ശരി മോളെ കിടന്നു, ഞാനും കിടക്കട്ടെ, നാളെ അതിരാവിലെ ഒരു യാത്രയുണ്ട് എന്ന് പറയും. അച്ഛൻ്റെ യാത്ര കഴിഞ്ഞില്ലേ? ഇല്ല ഒന്നും ആയിട്ടില്ല, ഇനി 1-2 പേരെയും കൂടെ കാണാനുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ശരി എന്നാൽ അച്ഛാ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുകയാണ്. അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് രവതി കുട്ടി ഇനി ആരെങ്കിലും വിളിക്കാണ്ടോ വയ്ക്കുമ്പോൾ ഇല്ലേടി ഇനി ആരെയും വിളിക്കാമല്ലേ, എന്നാൽ നമുക്ക് നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണ്ടേ എന്നിട്ട് അങ്ങനെ അവളുടെ അലീനയുടെ കൈയും വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഗോവർദ്ധനും
ബാലചന്ദ്രനും കൂടെ കൊട്ടാരമറ്റം വീട്ടിലേക്ക് വരും. അപ്പോൾ യാത്രയിലാണ് ഒരു ആരാണ് ബാലേട്ട ഈ കൊട്ടാരമറ്റത്ത് വീട്ടിലെന്ന് ചോദിക്കുക. അപ്പോൾ പറയും അവിടെ ഒരാളെ കാണാനുണ്ട് എന്നറിയും. ബാലേട്ടൻ മുന്നേ അറിയിക്കുമ്പോൾ ഇല്ല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അറിയും. പിന്നെ ബാലേട്ടന് എങ്ങനെയാണ് ആളെ മനസ്സിലാവാറിയുക, അതിനാണ് നമ്മൾ അയാളുടെ വീട്ടിൽ പോകുന്നത് എന്നറിയും. അതിന് നോക്കുമ്പോൾ പടുകൂറ്റിന് അത് തന്നെ സംഭവം ഷെറിൻ്റെ വീട് തന്നെയാണ് കൊട്ടാരമറ്റത്തിലെ കുട്ടി ഷെറിൻ്റെ അച്ഛൻ. അവളെ പറ്റിയിട്ടൊന്നും അയാൾ പറയുന്നില്ല കേട്ടോ. അതിന് വണ്ടി അവിടെ പോയി നിൽക്കുന്നുണ്ട്. വണ്ടി പോയി നിൽക്കുമ്പോൾ ഈ ഔതക്കുട്ടി എന്ന് പറഞ്ഞ ആൾ, അതായത് ഈ സ്റ്റാൻലിൻ്റെ അച്ഛൻ വീട്ടിലുണ്ട്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവളെ ജിൻസീനെ വിളിക്കുകയാണ്. ജിൻസി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ വേഗം വരികയാണ്. അപ്പോൾ എന്താ ചാച്ചാന്നോ എന്താ ഇച്ചായാന്നോ എന്താണ് ചോദിക്കുന്നത്. അപ്പോൾ പറയും നമ്മളെ മുന്നിൽ കാറൊന്ന് വന്ന് നിൽക്കും, നീ ഒന്ന് പോയി നോക്കി ആരാന്നൊന്ന് നോക്കി എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ പോയിട്ട് കാർ ഡോർ തുറക്കുമ്പോൾ ബാലചന്ദ്രനാണ്. അപ്പോൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ബാലചന്ദ്ര മേനോൻ, ഞാൻ ഔതക്കുട്ടിച്ചായൻ്റെ വീടല്ലേ ഇത് ചോദിക്കും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ്റെ വീടല്ല, ഇത് റോബിൻ്റെ വീടാണ് എന്ന് പറയും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ഇവിടെ ഉണ്ട്, അവരുടെ അപ്പനാണ് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്നറിയും. അപ്പോൾ അവന് മനസ്സിലായി, പാർട്ടീഷനൊക്കെ കഴിഞ്ഞ് മക്കൾക്കൊക്കെ വീതിച്ചു കൊടുത്തു. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ഇവിടെ ഇല്ലേ, ഇന്നിവിടെയും നാളെ വേറൊരു മകൻ്റെ കുറേ മക്കളുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് ചിലപ്പോൾ ലാലിച്ചൻ്റെ അടുത്തും പോവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആളിപ്പോൾ സ്ഥലത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. ഉണ്ട് കയറി വരും പറയും. അങ്ങനെ ബാലേന്ദ്രനെ വിളിച്ച് അവൾ അകത്തേക്ക് വരികയാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഈ ഔതക്കുട്ടിച്ചായൻ. അപ്പോൾ എന്നെ മനസ്സിലാവാൻ വഴിയില്ല, നമ്മൾ ആദ്യമാണ് കാണുന്നത് അറിയും. അതാണ്, അത് എവിടുന്നാണ് വരുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും എൻ്റെ പേര് ബാലചന്ദ്രൻ എന്നാണ് എന്നറിയും. നിങ്ങൾക്ക് ആരെ കാണാനാ എന്നറിയും. അപ്പോൾ എനിക്ക് കാണേണ്ടത് സ്റ്റാൻലിനാണെന്നറിയും. അപ്പോൾ അത് ശരി, നിങ്ങളെന്താ വല്ല ബിസിനസ്സും കാര്യങ്ങളായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അല്ല എനിക്ക് പേഴ്സണലായിട്ടൊന്ന് കാണണം, അതിന് വേണ്ടി വന്നതാണ് അറിയാം. എന്നാൽ ഇരിക്കുക എന്നറിയാം. നീ ആ റോബിനെ വിളിക്കുക എന്ന് പറയും, കാപ്പി എടുക്കുക എന്നറിയാണ്. അപ്പോൾ അങ്ങനെ ഈ കുട്ടി കാപ്പി എടുക്കാൻ വേണ്ടി അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പറയും എങ്ങനെ സ്റ്റാൻലിയെ എങ്ങനെ പരിചയം എന്ന് ചോദിക്കുമ്പോൾ പറയും പരിചയമൊന്നുമില്ല എനിക്ക്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആളിവിടെ ആണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോൾ ഇവിടെയല്ല, അവനങ്ങ് കുളത്തുപുഴയാണെന്ന് അറിയും. കുളത്തുപ്പുഴ എന്ന് പറയുമ്പോൾ അതെ അവിടെ അതൊന്നും അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ആളെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിക്കുന്നുണ്ട് ഇയാൾ. അപ്പോൾ പറയും അത് പിന്നെ ഒരു പട്ടാളക്കാരനാണ് പുള്ളിയുടെ ഇത് അഡ്രസ്സ് തന്നത്, അതാണ് പറയും. അങ്ങനെ വരട്ടെ. അപ്പോൾ ലാലിച്ചെന്ന് പറയുമ്പോൾ ഈ ബാലേന്ദ്രൻ ചോദിക്കുക ആരാണ് ഈ ലാലിച്ചെന്ന് ചോദിക്കുമ്പോൾ അതറിയത്തില്ലയോ, സ്റ്റാലിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ലാലിച്ചെന്ന്. അവൻ്റെ സ്റ്റാലിൻ ജോസഫ് എന്നാണ് അവൻ്റെ പേര്, പക്ഷേ അവനെ വിളിക്കുന്നത് ലാലിച്ചെന്നാണ്. അപ്പോൾ സ്റ്റാലിൻ്റെ വീടാണോ വയ്ക്കുമ്പോൾ ഇയാൾ തിരുത്തുന്നുണ്ട്, ഇത് കേണൽ സ്റ്റാലിൻ ജോസഫിൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് തിരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് പറയുന്നുണ്ട്. നമ്മളെ ബാലേന്ദ്രൻ ഉണ്ടല്ലോ ഒരു ഇത് അറിയാം എന്നുള്ളതിൽ അങ്ങനെ അവിടുന്ന് അവരിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം, നിങ്ങൾക്ക് എന്നാ ബിസിനസ്സാണോ, അവന് റബ്ബറുണ്ട് കൊടുക്കാൻ, നീ അതിൻ്റെ വല്ല കാര്യങ്ങളായിട്ട് വന്നതാണോ, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ, അതിനാണെങ്കിൽ അവനെ ഒന്ന് വിളിച്ചാൽ മതി പറയുമ്പോൾ എനിക്ക് വിളിച്ചാൽ മാത്രം പോരാ, എനിക്ക് ആളെ നേരിട്ടൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും നേരിട്ട് കാണാൻ, പക്ഷെ അങ്ങ് കുളത്തുപ്പുഴ ഒത്തിരി ദൂരമുണ്ട്, പത്തനാപുരം കഴിഞ്ഞ്. അപ്പോൾ പറയും എവിടെയായാലും കുഴപ്പമില്ല, എനിക്ക് ആ അഡ്രസ്സ് ഒന്ന് കിട്ടിയാൽ മതി, ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ടാണ് പറയും. അപ്പോൾ എന്നാ റബ്ബറിൻ്റെ കാര്യം സംസാരിക്കാനോ, നിങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുക. പറയും ഞാൻ പാലയിൽ നിന്നാണ് വരുന്നത്, പക്ഷേ റബ്ബറിൻ്റെ കാര്യമൊന്നുമല്ല അറിയും. നിങ്ങൾക്ക് ബിസിനസ് എന്തെങ്കിലും ആണോ, അതോ വേറെ വല്ല ജോലിയോ കളക്ടറോ അങ്ങനെ എന്തെങ്കിലും? അല്ലല്ല, എനിക്ക് ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അയാൾ പറയും ബാലചന്ദ്രൻ പറഞ്ഞില്ലേ എനിക്ക് സ്വർണ്ണക്കട ഉണ്ട്, ജൗളിക്കട, ഇരുമ്പ് കട ഒക്കെ ഉണ്ട് അറിയും. എന്നിട്ടാണ് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത്, ചില്ലറ ബിസിനസ്സൊന്നുമല്ലോ, എന്നിട്ടാണ് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാളിങ്ങനെ ബാലേന്ദ്രൻ നല്ല മാന്യമായിട്ടുള്ള ഇടപാട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തന്നെ സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ റോബിൻ വരുന്നുണ്ട്, അതായത് ഇയാളുടെ മകൻ, ഇവിടെ ഷെറിൻ്റെ നേരെ മൂത്ത ചേട്ടൻ, അയാളങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പറയും കാപ്പിയും കൊണ്ട് വരികയാണ് അപ്പോഴേക്കും മറ്റേ കൊച്ച്. അപ്പോൾ നീ കാപ്പി കുടിക്കടാറ്. അപ്പോൾ ബാലേന്ദ്രനും കൊടുക്കുന്നില്ല, അപ്പച്ചനും കൊടുക്കുന്നില്ല. അപ്പോൾ പറയും എനിക്ക് കാപ്പി ഒന്നുമില്ല, നീ ഒരു ഗ്ലാസ് ഒരു വെള്ളം എടുത്തേ, തലവേദനിച്ചിട്ട് വയ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട് എന്നാ കീറലായിരുന്നു എന്നല്ലേ, അതുപോലെയല്ലേ കുടിച്ച് കയറ്റിയേക്കുന്നത്, ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പുറത്തെ, അതിനെ പറ്റി ഇവനൊക്കെ എന്നാ കുടിക്കല, ഇങ്ങനെയൊക്കെ കുടിച്ചാൽ നിൻ്റെ ചങ്കും കരളും ഇതായി പോകും കേട്ടോ, പിന്നെ അവനാൻ്റെതാണെന്ന് ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ അപ്പച്ചനും മോശമൊന്നുമില്ല എന്നറിയാണ് മകൻ. അപ്പോൾ പറയും എടാ എനിക്കൊക്കെ ഇനിയിപ്പോൾ എത്ര കാലമുണ്ടടാ, നീ അതുപോലെയാണോ എന്ന് ചോദിക്കണേ.
അങ്ങനെ കാപ്പി കുടിക്കുന്നുണ്ട്. അപ്പോൾ പറയും വണ്ടിയിൽ ആരെയോ കണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അവൾ. അപ്പോൾ ആ ഉണ്ട്, എൻ്റെ അളിയനാണ് എന്ന് പറയും. അപ്പോൾ പറയും ആ മോളെ നീ ഒരു ഈ കാപ്പി അങ്ങ് കൊടുത്തേക്ക്. അങ്ങനെ അവരിങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജിൻസി എന്ത് ചെയ്യും, ആ ഒരു കപ്പ് കാപ്പിയായിട്ട് പിന്നെ ഇവിടെ ചെല്ലുകയാണ്, നമ്മളുടെ ഗോവർദ്ധൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ കൊണ്ട് കൊടുക്കുന്നുണ്ട് കാപ്പി കുടിക്കുക പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് കുടിക്കുന്നുണ്ട്. അപ്പോൾ മധുരം കുറച്ച് കൂടി എനിക്ക് ഇല്ല നല്ല കാപ്പി കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർത്തമാനങ്ങളൊക്കെ പറയും. ഇപ്പോൾ അവിടെ ഉള്ള ആളുടെ അളിയനാണ് എന്നൊക്കെ പറയും. ബാലേട്ടൻ ഇറങ്ങാറായി വയ്ക്കുമ്പോൾ ഇത് ഇറങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റോബിനോട് അതിൻ്റെ ലൊക്കേഷൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് കൊളുത്തുപുഴയ്ക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന വഴിക്ക് പോയാൽ മതി, അത് കൂടെ 1 കിലോമീറ്റർ ദൂരം കുറയും, വേറെ ഇതൊരു വഴി പറഞ്ഞു കൊടുക്കണം, അവിടെ 1 മീറ്റർ കൂടുള്ളൂ, പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളുടെ പിന്നെ ബാലചന്ദ്രൻ ലൊക്കേഷനും വാങ്ങിയിട്ട് വരികയാണ്. അപ്പോഴേക്ക് ഈ കുട്ടി കാപ്പി കുടിച്ച് തിരിച്ച് കപ്പ് വാങ്ങിയതിന്. അപ്പോൾ എന്നാൽ ശരി എന്നൊക്കെ പറയും. ബാലചന്ദ്രൻ പറയും ഞങ്ങളിന്ന് ഇറങ്ങുക എന്നറിയാം. ആ ശരി എന്നറിയാൻ. അപ്പോൾ എന്നിട്ട് അങ്ങനെ ആ കുട്ടി കപ്പിയും കൊണ്ട് അവിടെ അകത്തേക്ക് പോകുമ്പോൾ പിന്നെ അത് ആരാ ബാലേട്ടാ എന്ന് ചോദിക്കുകയാണ് ഗോവർദ്ധൻ. അപ്പോൾ അത് പറയും അത് കുട്ടിയുടെ കെട്ടിച്ചുകൊണ്ടുന്ന മോളാണ്, മരുമോളാണ് എന്ന് പറയും. നല്ല പെരുമാറ്റവും കേട്ടോ, നല്ല കുട്ടി എന്നിങ്ങനെ പറയുകയാണ് ഗോവർദ്ധൻ. അപ്പോൾ ആടാ സ്ത്രീകൾ തന്നെ പിന്നെ എന്താണ് നല്ലതും ചീത്തയുണ്ട്, പൂതനയും അല്ലാത്തതും ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പൊതുവേ ഒരു കാര്യം പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങനെ കാറിൽ കയറിയിട്ട് പോരുകയാണ് എല്ലാവരും കൂടെ, ഇവർ രണ്ടുപേരും കൂടെ. പിന്നെ അങ്ങനെ വിടുകയാണ്, കുളത്തുപ്പുഴയ്ക്ക് വണ്ടി വിടുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ അതായത് മറ്റേ എന്താ പറയുക മനുവിൻ്റെ വീട്ടിൽ. അപ്പോൾ മനു ഇങ്ങനെ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട്. വന്ന് നിൽക്കുമ്പോൾ അന്ന് അനിയത്തി രഞ്ജുവാണ് ഇറങ്ങുന്നത്. അവൾ പെട്ടിങ്ങറക്കൊക്കെ ആയിട്ടാണ് വരുന്നത്, ഹോസ്റ്റലിൽ നിന്ന് വരുന്ന വരവാ. അപ്പോൾ പറയടി നീ എന്താ ഈ ഓട്ടോയിൽ വിളിച്ചിട്ട് വരുന്നത് എന്ന് ഓട്ടോയിൽ വരുന്നത് എന്ന് ചോദിക്കുകയാണ് മനു ഫോൺ കട്ട് ചെയ്തിട്ട്. അപ്പോൾ പറയും ഇവിടെ ഏട്ടന് കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്നെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടൊന്ന് പിക്ക് ചെയ്യാൻ വയ്യല്ലോ എന്ന് പറയും. അപ്പോൾ നീ വരുന്നവരെ ഇപ്പോൾ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും എന്തായാലും ശരി പറഞ്ഞല്ലോ ഏട്ടനാ വണ്ടിയുടെ ചാർജ് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവളങ്ങനെ അകത്തേക്ക് കയറുമ്പോഴേക്കും കമല ഓടിപ്പാഞ്ഞു വരുന്നുണ്ട്. നീ ഇത് എവിടെ നിന്നാടി വരുന്നത് പെട്ടിയും കടക്കൊക്കെ ആയിട്ട് എന്നൊക്കെ ചോദിക്കറിയാം. ഞാൻ ഇന്നലെ കുമരകത്തൊരു റിസോർട്ടിലായിരുന്നു എന്ന് പറയും. കുമരകത്തെ റിസോർട്ടിലോ? അപ്പോൾ നീ ഇന്നലെ കോളേജിൽ നിന്ന് പോകുന്നില്ലേ? അപ്പോൾ ഇന്നലെ ഞാൻ വന്നു. അപ്പോൾ അമ്പിളിയുടെ പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു കുമരകം റിസോർട്ടിൽ വെച്ചിട്ട്. എന്നിട്ട് അപ്പോൾ കമലയ്ക്കൊക്കെ സംശയമാണല്ലോ. അപ്പോൾ എന്നിട്ട് നീ കുമരകത്തായിരുന്നു ഇന്നലെ കഴിഞ്ഞത്, അപ്പോൾ നീ എപ്പോഴാണ് ഇന്നലെ ഹോസ്റ്റലിൽ തിരിച്ചു പോയേക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ പോയിട്ടില്ല, ഞാൻ ഇന്നലെ അവിടെ നിന്ന് പോകുന്നതാണ്, ഇന്നിപ്പോൾ രാവിലെ കുമരകം റിസോർട്ടിൽ നിന്നാണ് വരുന്നത് അറിയും. നീ മാത്രമോ? അപ്പോൾ ഞാൻ മാത്രമല്ല അമ്മേ, 10-25 പെൺപിള്ളേർ വേറെയുണ്ട്, ആമ്പിള്ളേരുണ്ടായിരുന്നില്ലേക്ക്, ആമ്പിള്ളേരും ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി കുടിച്ച് കൂത്താടായിരുന്നു. കുടിച്ചൊന്നും കൂത്താടിയിട്ടില്ല അമ്മേ, ഞാൻ പിന്നെ വൈനൊന്നും കുടിച്ചില്ല, കുറച്ച് ബീറേ കഴിച്ചുള്ളൂ പറയുമ്പോൾ. നിന്നൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അപ്പോൾ പറയും എന്താണ് കണ്ട തെണ്ടികളോടെ കൂടെ അഴിഞ്ഞാടിയിട്ട് വരിക എന്ന് പറയുമ്പോൾ അമ്മ കുറേ തെണ്ടികൾ ഒന്നിച്ച് 100 ചില്ലാനം തെണ്ടികൾ ഒന്നിച്ച് ഒരു റിസോർട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അമ്പിളിയുടെ പിന്നെ അച്ഛനും അമ്മയൊക്കെ തെണ്ടികളായിരുന്നു. അപ്പോൾ ഇന്നലെ തെണ്ടൽ കഴിഞ്ഞ് എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കൂടി ഇന്ന് രാവിലെ വീണ്ടും അവളുടെ അച്ഛനും അമ്മയൊക്കെ പിജ്ജ പാത്രം എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് തെണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഇതാക്കിയിട്ട് നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കമല. ഇവിടെ ഇതുകൊണ്ടാണ് വല്ല വഴിയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ അകത്തേക്ക് കയറി പോവുക. അപ്പോഴേക്കും ശിവേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശിവേട്ടൻ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ അമ്മോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ വിശദമായിട്ട് വിവരങ്ങൾ പറയും, എനിക്കിത് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പറയും ഇന്നലെ മറ്റേ ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന പെണ്ണാണ്, എന്നിട്ട് ഇന്നിപ്പോൾ അവൾ പിന്നെ എന്താണ് ഇന്നാണ് അവൾ വരുന്നത്. കുമരകം റിസോർട്ടിലായിരുന്നു അവൾ റിസോർട്ടിലോ അതെന്താ വയ്ക്കുമ്പോൾ ഏതൊരു അമ്പിളിയുടെ പിറന്നാൾ പാർട്ടിക്ക് കൂടാൻ വേണ്ടി പോയതാണ് ഇത്രേ എന്നൊക്കെ പറയും. എന്താ ഇതൊക്കെ കഥ എന്ന് പറയുന്നത്. ഈ ഒരു ശ്രദ്ധ ഹരിയുടെ കാര്യത്തിലുണ്ടെങ്കിൽ നാച്ചൊക്കെ അങ്ങനെ വഴി തെറ്റില്ലായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ല ഫാമിലി. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മളുടെ കഥയ്ക്ക് വരുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ എൻ്റെ മോളല്ല അലീന എന്നുള്ള കാര്യം നമ്മളുടെ വൈജ അറിയുന്നതും ഈ രഞ്ജു വന്നതിന് ശേഷമാണ് കേട്ടോ. രഞ്ജു ആണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ഷോക്കാവുന്നുണ്ട്. അപ്പോൾ പറയും നീയല്ലേ അവളുടെ ഉറ്റ ഫ്രണ്ട് മനു, നിന്നോട് അവളത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ മിണ്ടുന്നില്ല. അപ്പോൾ നിന്നെയും പറഞ്ഞു പറ്റിച്ചല്ലേ, എനിക്കറിയായിരുന്നോടാ അത് നിന്നെയും പറഞ്ഞു പറ്റിക്കുമെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ മഴ തോരും മുമ്പേയിലെ കഥ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.